ചക്കരച്ചക്കൻ പെട്ടിയും തൂക്കി നിലമ്പൂരിലേക്ക്. കേരളത്തിലെ രാഷ്ട്രീയ അമേദ്യം എന്നറിയപ്പെടുന്ന പൂഞ്ഞാർ കേശവന്റെ മകൻ ചക്കരച്ചക്കൻ കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു ഫോട്ടോയും അടിക്കുറിപ്പുമാണിത്. നിലമ്പൂർക്ക് പോകുക, നീലപ്പെട്ടി കിട്ടിയില്ല, ഈ കളർ കുഴപ്പമുണ്ടോ? അതിൻ്റെ താഴെ നാട്ടുകാരിട്ട കമന്റുകൾ കണ്ടാൽ ഇവനും ഇവന്റെ അപ്പൻ ജോർജും ഒഴികെ വേറെ ആരായിരുന്നെങ്കിലും ശരി പോയി ചത്തു കളഞ്ഞേനെ. ആ കമന്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ രാഷ്ട്രീയ അഭയാർത്ഥിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്. നീലപ്പെട്ടി വിവാദവും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒടുക്കം എന്തായി? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് 18,840 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇന്ന് MLA-യുമായി. പക്ഷേ ഷോണിന്റെ അപ്പൻ ജോർജിന്റെയും നിലവിലെ അവസ്ഥ ഇന്നെന്താണ്? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, രോഹിംഗ്യൻ അഭയാർത്ഥികളെ കാണുന്നത് പോലെയാണ് ഇന്ന് BJP നേതാക്കൾ തന്നെ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്ന, കേന്ദ്രത്തിൽ നിന്നും കെട്ടിയിറക്കിയ ഈ അഭയാർത്ഥികളെ കാണുന്നത്. രോഹിംഗ്യൻസിന് ഒരു കുഴപ്പമുണ്ട്, കൂടെ നിൽക്കുന്നവരെ തന്നെ ചിലപ്പോൾ കടിക്കുകയും തിന്നുകയും വരെ ചെയ്തു കളയും. ഈ അപ്പൻ്റെയും മകൻ്റെയും സ്വഭാവം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. വലിഞ്ഞു കയറി വന്ന അഭയാർത്ഥികളായി വന്ന അപ്പനും മകനും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ട് സകലതും ത്യജിച്ച് നിൽക്കുന്നവർക്കിട്ട് പാരപണി തുടങ്ങി. നിലമ്പൂരിൽ തൻ്റെ പാഴുചക്കന് ഒരു സീറ്റ് ഒപ്പിക്കുവാൻ PC പരമാവധി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും നിർത്തുവാൻ അഡ്രസ് ഉള്ളവർ വേണമെന്നുള്ളത് കൊണ്ട് മോഹൻ ജോർജ് എന്നൊരു വ്യക്തിയെ ഒടുക്കം സ്ഥാനാർത്ഥിയായി കണ്ടെത്തി. അവിടെ പോയി എന്തെങ്കിലും വർഗീയതയൊക്കെ ഇനി പറയാം, കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നോർത്താണ് പെട്ടിയും തൂക്കി ചക്കരച്ചക്കൻ ഇറങ്ങിയിരിക്കുന്നത്. ട്രെയിനിൽ പോയാൽ ഇവന് പെണ്ണുങ്ങളുടെ കാല് കണ്ടാൽ പ്രശ്നമായതുകൊണ്ടാവാം ഫ്ലൈറ്റിൽ കയറ്റിവിടുന്നത്. നിഷ ജോസ് മാണി വിചാരിച്ചാൽ തീരുന്ന പൊളിറ്റിക്കൽ കരിയറേ ഷോൺ ജോർജിനുള്ളൂ എന്ന് മറക്കരുത്. അതുകൊണ്ട് ചക്കരച്ചക്ക, നിന്റെ ശേഷിക്കനുസരിച്ചുള്ള കമൻറ്റുകളെ എഴുതാവൂ. നമ്മ മാത്ര ക്രിസ്ത്യാനിയായ ഈ പാഴ് മോഹൻ ജോർജിനു വേണ്ടി നിലമ്പൂരിൽ പോയി ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ ഉള്ള വോട്ട് കൂടി കിട്ടില്ല. കാരണം ഈ ഞരമ്പൻ ചക്കനെയും ഇവന്റെ അപ്പനെയും ജനങ്ങൾ അത്രമാത്രം വെറുക്കുന്നു. കർഷകരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് പൂഞ്ഞാർ കേശവൻ നടന്നിരുന്നത്. അതുപോലെ പന്നിശല്യം എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞരമ്പൻ ചക്കനും നിലമ്പൂരിൽ വന്നിറങ്ങിയിട്ടുണ്ട്. പന്നികളെ വാരിക്കുഴിയിൽ പെടുത്തിയിടുന്നത് പോലെ അപ്പനെയും മകനെയും പിടിക്കണം എന്നാണ് നാട്ടുകാർ ആ വാർത്തകളുടെ അടിയിൽ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ചക്കരച്ചക്കൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വന്ന ചില കമന്റുകൾ വായിക്കാം. ഇതുപോലെ ആയിരക്കണക്കിന് കമന്റുകളാണ് ആ പോസ്റ്റിനടിയിൽ വന്നിരിക്കുന്നത്. അതിൽ ചിലത് ഞാനിപ്പോൾ വായിക്കാം. നിരോധിച്ച കറൻസിയും PC ജോർജിന്റെ മകനും ഒരുപോലെ, രണ്ടും ഇനി ഉപകാരപ്പെടില്ല. പൂഞ്ഞാറിലെ സെപ്റ്റിക് ടാങ്കിന്റെ മകനല്ലേ കക്കൂസ്? പൂഞ്ഞാറിലെ പോലെ അല്ല മലപ്പുറം ജില്ല. വർഗീയ വിഷം തുപ്പിയാൽ അവർ ഒരു കുറവും വരുത്തുകയില്ല. വണ്ടിക്കൂലിക്കുള്ള വോട്ടെങ്കിലും കിട്ടുമോ എന്ന് നോക്ക്. ജൂനിയർ സെപ്റ്റിക് ടാങ്ക്. ഓ, വിവരമില്ലാത്ത തന്തയുടെ അലവലാതിയായ മോൻ. നിന്നെ പോലെയുള്ള മതഭ്രാന്ത് മൂത്ത തീവ്രവാദികൾ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? സ്വന്തം ഭാര്യയെ മതം മാറ്റി വിവാഹം കഴിച്ചവൻ. വല്ല കാര്യവുമുണ്ടോ അങ്ങോട്ട് പോയിട്ട്? PC ജോർജിനെ കൂടെ കൂട്ടാമായിരുന്നു. അവിടെ BJP എന്ന് പറയുവാനുള്ള ആരെങ്കിലും വേണ്ടേ? നിന്റെ കയ്യിൽ എന്തായാലും അത് തന്നുവിടാനുള്ള ധൈര്യം ഒരു BJP നേതാവും കാണിക്കില്ല. അത്രയ്ക്ക് സത്യസന്ധരാണ് തന്തയും മകനും എന്ന് ബോധ്യമില്ലാത്തവരല്ല BJP-ക്കാർ. ചാണകം കോരാൻ പെട്ടിയുടെ കളർ നോക്കണോ മിത്രമേ? ഏത് ഷർട്ടിട്ടാലും പൂഞ്ഞാറ്റിലെ PC-യുടെ മകൻ തന്നെയല്ലേ? മലയാളികൾക്ക് വെറുക്കുവാൻ വേറെ ഒന്നും വേണ്ട. പെട്ടി ഏതായാലും പട്ടി നക്കിയാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താൻ എന്തിനാ പോകുന്നേ? ആൺകുട്ടികൾ തമ്മിലാണ് മത്സരം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. ഈ തന്തയെയും മകനെയും കൊള്ളാവുന്ന ക്രിസ്ത്യാനികളായിട്ട് പോലും അവർ കാണുന്നില്ല. രാജീവ് ചന്ദ്രശേഖറുടെ ഒറ്റ കാരുണ്യത്താലാണ് ഈ രണ്ട് അമേദ്യങ്ങളും ഇന്ന് BJP-യിൽ പിടിച്ചു നിന്നു പോകുന്നത്. ഈ അലവലാതി ജോർജും അവൻ്റെ മകനും പറഞ്ഞാൽ ബിഷപ്പുമാർ അതേപടി കേൾക്കും എന്നാണ് രാജീവിൻ്റെ ഒരു മിഥ്യാധാരണ. അത് കഴിഞ്ഞ ഇലക്ഷനിൽ മാറേണ്ടതായിരുന്നു. ഇപ്പോഴും പക്ഷേ എന്തോ പഠിച്ചിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതലൊന്നും വേണ്ട. മോഹൻ ജോർജിന് ഒരു 10,000 വോട്ട് സാധാരണ കിട്ടുന്നതെങ്കിലും കിട്ടിയാൽ ഇവനെയും കൊണ്ടൊക്കെ പ്രയോജനമില്ലെങ്കിലും വേണമെങ്കിൽ ചുമക്കാം എന്നെങ്കിലും നമുക്ക് പറയാമായിരുന്നു. ഈ ചക്കരച്ചക്കനെ മാത്രം ഇറക്കിയാൽ പോരാ, ആന്റണിയുടെ മണ്ടപ്പൻ ചക്കനെ കൂടി നിലമ്പൂരിൽ കൊണ്ടുവരണം. എങ്കിലേ മോഹൻ ജോർജിന് ആ കെട്ടിവെച്ച കാശ് കൂടി നഷ്ടപ്പെടും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.